നമ്മൾ സന്തോഷമുള്ളവരാകണം. സങ്കടപ്പെടാനുള്ള കാരണങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും നമ്മുടെ മുഖത്ത് പ്രസന്നത ഉണ്ടാവണം. അള്ളാഹു പുഞ്ചിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പുഞ്ചിരിക്കണം. നമ്മുടെ മുഖത്തുണ്ടാകേണ്ട ഒരു പ്രസന്നതയ്ക്ക്, പുഞ്ചിരിക്ക് എല്ലാ വഴികളും കാണിച്ചു തരുന്ന വേദഗ്രന്ഥത്തിന്റെ പേരാണ് ഖുർആൻ. മനുഷ്യൻ എന്തുകൊണ്ട് കരയാൻ പാടില്ല എന്നുള്ളതിന് 300-ലേറെ കാരണങ്ങൾ പറയുന്നുണ്ട് ഖുർആൻ. അത്രയും കാരണങ്ങളുണ്ട്. അതുകൊണ്ട് കരയണ്ടെന്ന്. കരയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവും, കരയിപ്പിക്കുന്ന അനുഭവങ്ങളുണ്ടാവും. കരഞ്ഞോളൂ, പക്ഷെ പെട്ടെന്ന് തുടക്കണമെന്ന്. അതാ പറയുന്നത്. 1984 ഇന്ദിരാഗാന്ധിയുടെ വധത്തിന് ശേഷം നോർത്ത് ഇന്ത്യയിൽ ഒരുപാട് സിഖുകാർ കൊല്ലപ്പെട്ടു. എത്ര ആളുകളാണ് കൊല്ലപ്പെട്ടെന്നുള്ള പോലും കണക്കില്ല. അത്രയും ആൾക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഒരു വീട്ടിൽ 13 ആളുകളുണ്ടായിരുന്നു. അതിൽ 12 ആളെയും കൊന്നു. തീ വെച്ച് കൊല്ലായിരുന്നു. അതിലൊരാൾ ബാക്കിയായി. ആ ഒരാൾ ഇന്ന് ഡൽഹിയിലൊരു ടാക്സി ഡ്രൈവറാണ്. 53 വയസ്സായി. അദ്ദേഹം പറഞ്ഞൊരു അനുഭവമുണ്ട്. അദ്ദേഹം പറയാണ്, ഞാൻ വണ്ടി ഓടിച്ചിങ്ങനെ പോകുന്ന സമയത്ത് എൻ്റെ ഓർമ്മയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർ വരും. മുത്തശ്ശനും മുത്തശ്ശിയും വീട്ടിലെ ചെറിയ കുട്ടിയും അടക്കം കൊല്ലപ്പെട്ടതാണ്. എൻ്റെ അനിയത്തി എനിക്ക് ജീവനായിരുന്നു. അവളുടെ അന്നത്തെ പ്രായത്തിലുള്ള കുട്ടികളെ കണ്ടാലും ഞാൻ വല്ലാണ്ട് കരഞ്ഞു പോകും. അപ്പോൾ എന്താ ചെയ്യുക? ഞാൻ വണ്ടി സൈഡാക്കും, എന്നിട്ട് ഞാൻ കരയും. എന്നിട്ട് ഞാൻ കണ്ണീര് തുടക്കും. എന്നിട്ട് ഞാൻ എൻ്റെ യാത്ര തുടരും. ഇത്രയും നമുക്കും ചെയ്യാനുള്ളൂ. കരയിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ ജീവിതത്തിലുണ്ടാവും. കരയ റൂമി പറഞ്ഞ പോലെ, കരയൂ, കണ്ണുനീർ നിന്നെ കഴുകും. കരയ, എന്നിട്ടോ കണ്ണീര് തുടക്കുക. എന്നിട്ട് നമ്മുടെ യാത്ര തുടരുക. ജീവിതത്തിൽ അള്ളാഹു എന്താണോ നമുക്ക് തരുന്നത് അതിനെ ആഹ്ലാദത്തോടുകൂടി സ്വീകരിക്കേണ്ട ഒരു ചെറിയ ആയുസ്സിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയില്ല അതിലെ നന്മ എന്താണ്, പക്ഷെ നന്മയാണത്. അങ്ങനെ വിശ്വസിക്കാൻ പറ്റും വിധം നമ്മുടെ ഈമാൻ വളരണം. അതാണ് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്. പഠിച്ചവനെ, എനിക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, എല്ലാം നഷ്ടപ്പെട്ടൊരു മനുഷ്യനാണ് കേട്ടോ. ബൈബിൾ പറയുന്ന അദ്ദേഹത്തിന് 7000 ആടുമാടുകൾ ഉണ്ടായിരുന്നു എന്നാണ്. 700 കോവർ കഴുതകൾ ഉണ്ടായിരുന്നു. ഹെക്ടർ കണക്കിന് കൃഷിയിടങ്ങൾ ഉണ്ടായിരുന്നു. 7 ആൺമക്കളും 3 പെൺമക്കളും ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്തൊരു മനുഷ്യനുണ്ടാവേണ്ട സൗഭാഗ്യങ്ങളുടെ എല്ലാ അളവും അനുഭവിച്ചൊരു മനുഷ്യൻ കുറച്ച് ദിവസങ്ങൾ കൊണ്ടൊക്കെ നഷ്ടപ്പെടുക. അസുഖങ്ങളും വന്ന് എല്ലാവരും ഉപേക്ഷിച്ചു പോയി. അങ്ങനെ ഒറ്റക്കായി പോയൊരു മനുഷ്യന്, ജീവിതത്തിന്റെ പെരുങ്കടലിൽ ഒറ്റക്കായി പോയൊരു മനുഷ്യന് അള്ളാഹിനോട് എന്താണ് പറയണത് എന്നുള്ളതാണ്. എന്താ പറയുന്നത്? അള്ളാഹുവേ, എനിക്ക് വിഷമങ്ങളുണ്ട്. ബഅന്നി മസ്സനിയൽ ദുർറു. പനിയാണോ? ഭീതിപ്പെടുത്തുന്ന അസുഖങ്ങളാണോ? ഒക്കെ സംഭവിക്കും. കാരണം ഇതൊന്നും നമ്മുടെ കയ്യിലില്ലാത്ത കാര്യങ്ങളാണ്. നമ്മൾ പറയും എൻ്റെ കാല് എൻ്റെ കൈ എന്നൊക്കെ പറയും. എൻ്റെ കൈയാണെങ്കിൽ അതിന് അസുഖം വരില്ലല്ലോ. എൻ്റെ കണ്ണാണെങ്കിൽ അതിന് കാഴ്ച കുറയില്ലല്ലോ. എൻ്റെ കാലാണെങ്കിൽ അതെങ്ങനെയാണ് മുടന്തുക? നമ്മുടേതൊന്നുമല്ല. നമ്മൾ മറ്റൊരാളുടെ കയ്യിലെ പെൻസിലാണ്, അയാളാണ് എഴുതുന്നത്. നമ്മളതിനിങ്ങനെ വഴങ്ങ മാത്രമാണ്. വഅന്നി മസ്സനിയൽ ദുർറു. വിഷമങ്ങളൊക്കെ ഉണ്ട് പഠിച്ചോന്. എന്നിട്ട് പറയാണ്, വ അൻത അർഹമുർ റഹീമീൻ. ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. വ അൻത. അങ്ങനെയൊക്കെ ആണെങ്കിലും പഠിച്ചവനെ നീ ആരാണ്? അർഹമുർ റഹീമീൻ. കാരുണ്യവാനല്ല, കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും വലിയ കാരുണ്യവാനാണ്. ഏറ്റവും വലിയ സങ്കടത്തിലാണ് അയ്യൂബ് നബി പറയുന്നത്. ഏറ്റവും ചെറിയ സങ്കടത്തിൽ പറയാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതാണ് നമ്മളോട് ആ പ്രാർത്ഥന ഉയർത്തുന്ന ചോദ്യം. വലിയ സങ്കടത്തിലൊന്നും പറയണ്ട, ചെറിയ സങ്കടത്തിൽ പറയാൻ കഴിയുമോ? പഠിച്ചവനെ, ഈ സങ്കടം തന്നത് നീയാണെങ്കിൽ ഇതിൻ്റെ അകത്തൊരു കാരുണ്യം ഉണ്ടാവും. ഒരു ചെടിയെ പ്രൂൺ ചെയ്യണ സമയത്ത്, ബഡ് ചെയ്യുന്ന സമയത്ത് ചെടി എന്താ വിചാരിക്കണേ? ചെടി അവിടെ എവിടെയൊക്കെ മുറിക്കുകയാണല്ലോ എന്നാണ് വിചാരിക്കണത്. പക്ഷെ കർഷകൻ എന്താ വിചാരിക്കണേ? ചെടിയെ വളർത്തുകയാണ്. ഇതേപോലെ നമ്മളെയും അല്ലാഹ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ബഡ് ചെയ്യും. നമ്മൾ വിചാരിക്കുക അവിടെ ഇവിടെയൊക്കെ മുറിക്കുകയാണല്ലോ. അല്ല, വളർത്തുകയാണ്. ഒരു വിത്ത് കുഴിച്ചിടണമെന്നുണ്ടെങ്കിലും മണ്ണൊന്ന് ഇളക്കി മറിക്കണ്ടേ? എന്നിട്ടല്ലേ വിത്ത് കുഴിച്ചിടുക.
പിന്നല്ലേ അത് ചെടിയും മരവും മാമരവുമായി മാറുന്നത്. ഇങ്ങനെ ഇളക്കി മറിക്കുമ്പോൾ ഒരു വിത്ത് കുഴിച്ചിടുന്നുണ്ട്. രോഗമാകാം, അസുഖങ്ങളാകാം, കടങ്ങളാകാം, പ്രിയപ്പെട്ടവരുടെ വേർപാടാകാം, രോഗങ്ങളാകാം, എന്തോ അതിങ്ങനെ ഇളക്കി മറിക്കുക. പിന്നെ അവിടെ ഒരു വിത്ത് കുഴിച്ചിടുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ആലോചിക്കുമ്പോഴേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇല്ലെങ്കിൽ കഴിയൂല. ഇല്ലെങ്കിൽ നമ്മൾ സങ്കടങ്ങളുടെ പാറക്കല്ലിൽ സ്തംഭിച്ചു പോകും. ഇമാം ഷാഫി റഹിമഹുള്ളയുടെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ഒരു വിദ്യാർത്ഥി വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഉസ്താദെ, എനിക്ക് ഒരുപാട് സങ്കടങ്ങളാണ്, വിഷമങ്ങളാണ്, ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളാണ്. എന്താണ് പരിഹാരം? ഒരു പരിഹാരം പറഞ്ഞു തരണമെന്ന്. അദ്ദേഹം ഉത്തരം മറുപടിയായിട്ടൊന്നും പറഞ്ഞില്ല. അദ്ദേഹം ആ ചെറുപ്പക്കാരനെയും കൊണ്ടൊരു പുഴയുടെ വക്കത്തേക്ക് പോയി. എന്നിട്ട് പുഴ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. നോക്ക്, പുഴ പോകുന്നു, പുഴ ഒഴുകുന്നത് കാണുന്നില്ലേ? ഉണ്ട്. അങ്ങനെ ഒഴുകുമ്പോൾ വലിയ പാറക്കല്ലില്ലേ? ആ പാറക്കല്ലുണ്ട്. അപ്പം എന്താണ് സംഭവിക്കുന്നത്? പാറക്കല്ലിൻ്റെ മുന്നിൽ പുഴ നിന്നോ? സ്തംഭിച്ചു നിന്നോ? തങ്ങി നിന്നോ? ഇല്ല. പിന്നെയോ പാറക്കല്ലിൻ്റെ രണ്ട് ഭാഗത്തുകൂടെ ഒഴുകി. പാറക്കല്ലിൻ്റെ രണ്ട് ഭാഗത്തുകൂടെ രണ്ടായി പിരിഞ്ഞ് പിന്നെ ഒന്നായി ഒഴുകാൻ തുടങ്ങുന്നു. അദ്ദേഹം പറഞ്ഞു കൊടുത്ത് ഇത്രേ വേണ്ടുള്ളൂ. ജീവിതപ്പുഴയുടെ മുന്നിൽ പാറക്കല്ലുകളും പാറക്കൂട്ടങ്ങളും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ രണ്ട് ഭാഗത്ത് കൂടെയാണ് ഒഴുകുക. നേരത്തെ പറഞ്ഞ പോലെ കണ്ണീര് തുടക്കുക, എന്നിട്ട് യാത്ര തുടരുക. പടച്ചവൻ തന്ന അനുഭവങ്ങളെ ഒരാൾ സന്തോഷത്തോടുകൂടി സ്വീകരിക്കണം. അതാണ് അള്ളാഹുവിന് ഇഷ്ടം. അവിടെയാണ് സത്യവിശ്വാസം പരീക്ഷിക്കപ്പെടുന്നത്. നമ്മൾ സാധാരണ പ്രയോഗിക്കുന്നൊരു പദമാണല്ലോ പരീക്ഷണം. സത്യത്തിൽ പരീക്ഷണം എന്നല്ല പ്രയോഗിക്കാൻ നല്ലത്, പരീക്ഷ എന്നാണ് നല്ലത്. പരീക്ഷണം ഒരു അത്ര ഫിറ്റായ പദമല്ല എന്നാണ് തോന്നുന്നത്. പരീക്ഷയാണ്. പരീക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ എത്ര പേപ്പറിലേക്ക് പകർത്തുന്നുണ്ട് എന്നാണ്. അയാൾക്ക് അറിയാം, അറിഞ്ഞുകൊണ്ട് കാര്യമല്ല, അയാൾ പേപ്പറിൽ എഴുതണം, എന്നാലേ ജയിക്കുള്ളൂ. അതിൻ്റെ പേരാണ് പരീക്ഷ. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, അപ്പം എന്താ സംഭവിക്കുന്നത്? പരീക്ഷയാണ്. എനിക്ക് അറിയണ കുറേ കാര്യങ്ങളുണ്ട്. ഒറ്റയ്ക്കിരിക്കുമ്പോൾ അതെന്നെ സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ള അറിഞ്ഞുകൊണ്ട് കാര്യമില്ല. ഞാൻ ചാറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ വായിക്കുന്നുണ്ട്, ഞാൻ കാണുന്നുണ്ട്, ഞാൻ കൂട്ടുകൂടുന്നുണ്ട്, ഞാൻ ചെയ്യാനും ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ട്. ഒറ്റക്കാകുമ്പോൾ ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ ജീവിത പേപ്പറിലേക്ക് ഞാൻ പകർത്തി എഴുതുന്നുണ്ടോ? ഇതാണ് പരീക്ഷ. സങ്കടങ്ങൾ വരുന്നുണ്ട്. സങ്കടപ്പെടുന്നൊരു സമയത്ത് ഞാൻ അറിയണ കാര്യങ്ങൾ, എനിക്കെൻ്റെ റബ്ബിനെ കുറിച്ച് അറിയണ കാര്യങ്ങൾ, ജീവിതത്തെക്കുറിച്ച് റബ്ബ് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ, സങ്കടങ്ങളെക്കുറിച്ച് വിഷമങ്ങളെക്കുറിച്ച് റബ്ബ് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയാം. അതെന്നെ സ്വാധീനിക്കുന്നുണ്ടോ? അതാണ് അപ്പുള്ള പരീക്ഷ. ഈ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കാത്തൊരു നിമിഷവും ജീവിതത്തിലില്ല. ആ അർത്ഥത്തിൽ ആലോചിച്ചാൽ ജീവിതം പരീക്ഷണമല്ല, ജീവിതം പരീക്ഷയാണ്. മനുഷ്യനെ പോലെ ജീവിതത്തെക്കുറിച്ച് ഇത്രയേറെ ആശങ്കകളുള്ള മറ്റൊരു ജീവിയുമില്ല. മനുഷ്യനെ പോലെ ഇത്ര നിസ്സഹായനായൊരു സ്പീഷീസ് വേറില്ല. ഒരു പശുവിൻ്റെ കുട്ടി പ്രസവിച്ച ഉടനെ എഴുന്നേറ്റിട്ട് ഓടുന്നത് കാണാം. പക്ഷെ ഒരു മനുഷ്യൻ്റെ കുട്ടി അങ്ങനെ ഒന്ന് എഴുന്നേറ്റ് ഓടണമെങ്കിൽ എത്ര കാലം കഴിയണം? എത്ര മനുഷ്യർ കൈപിടിക്കണം? എത്ര മനുഷ്യരുടെ തലോടലും തണുപ്പും ഏൽക്കണം? മനുഷ്യൻ അത്രയേറെ നിസ്സഹായനാണ്. ഇങ്ങനൊരു ജീവി വേറില്ല. എല്ലാ മനുഷ്യരും ജീവിക്കുന്ന ആളുകളാണെങ്കിലും ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുന്ന ആളുകൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ കാരണം ജീവിക്കുന്നത് പോലെ എളുപ്പമല്ല ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുക എന്നുള്ളത്. ജീവിതത്തെക്കുറിച്ച് ഒരാൾ ആലോചിക്കുമ്പോൾ ഒരായുസ്സിൻ്റെ അർത്ഥം എന്താണ് എന്ന് അയാൾ അന്വേഷിക്കേണ്ടി വരും. അത് ജീവിക്കണ അത്ര സുഖം ഉണ്ടാവില്ല. ജീവിക്കുന്നത് പോലെ എളുപ്പമല്ല ജീവിതത്തെക്കുറിച്ച് ആലോചിക്കുക എന്നത്. ജീവിതത്തെക്കുറിച്ചുള്ളൊരു ആലോചനയാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് തരുന്നത്. അത്രയൊന്നും ഗൗരവത്തിലല്ലാതെ ജീവിച്ചു കൊണ്ടിരുന്ന മനുഷ്യരോട് കുറച്ചൊക്കെ ഗൗരവം ആവശ്യമുള്ള ഒരു ആയുസ്സാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. കുറച്ചൊക്കെ ഗൗരവം കൊടുക്കേണ്ടൊരു ആയുസ്സാണ്. മറ്റ് ജീവികളുടെ ഒന്നും പോലെയല്ല. മറ്റ് ജീവികൾക്കൊന്നും ഇല്ലാത്ത ഒന്ന് നമുക്കുണ്ട്. അത് നമ്മൾ അഭിമാനത്തോടു കൂടി പറയാറുണ്ട്. ബുദ്ധിയാണ്, വൈഭവങ്ങളാണ്, മാറാനുള്ള സന്നദ്ധതയാണ്. വൈഭവങ്ങൾ മറ്റു ജീവികൾക്കുണ്ട്. ഒരു പരിധിവരെയൊക്കെ ബുദ്ധിയുണ്ടെന്ന് പറയാം.
പക്ഷെ മാറാനുള്ള സാധ്യത ഇല്ല. ഒരു മാവിന് മാവാകാനേ കഴിയൂ, ഒരു പൂച്ചയ്ക്ക് പൂച്ചയാകാനേ കഴിയുള്ളൂ. പക്ഷെ ഒരു മനുഷ്യന് എന്തൊക്കെ ആകാൻ കഴിയും? 1000 കൊല്ലങ്ങൾക്ക് മുമ്പൊരു കാക്ക എങ്ങനെയാണോ കൂട് കൂട്ടിയത്, അങ്ങനെ തന്നെയാണ് ഇന്നും കാക്ക കൂട് കൂട്ടുന്നത്. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രാവ് എങ്ങനെയാണോ പറന്നത്, അങ്ങനെ തന്നെയാണ് ഇന്നത്തെ പ്രാവും പറക്കുന്നത്. പറക്കാൻ പുതിയ ഒരു യന്ത്രം കണ്ടുപിടിച്ചിട്ടില്ല. എന്നാൽ 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ താമസിച്ച വീടും ഇന്ന് നമ്മൾ താമസിക്കുന്ന വീടും വ്യത്യാസമുണ്ട്. ഇനി ഒരു 1000 കൊല്ലം കഴിഞ്ഞാൽ, വേണ്ട, ഒരു 100 കൊല്ലം തന്നെ കഴിഞ്ഞാൽ നമ്മുടെ ഭവന സങ്കല്പങ്ങളൊക്കെ മാറിയെന്ന് വരാം. എന്തുകൊണ്ടാണ്? മാറാനുള്ള സാധ്യതയുണ്ട് മനുഷ്യൻ്റെ ഉള്ളിൽ. മനുഷ്യൻ്റെ എല്ലാ തരത്തിലുള്ള പുരോഗതിയുടെയും അടിസ്ഥാനപരമായ കാരണങ്ങൾ ഖുർആൻ 2 ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞതല്ല, പക്ഷെ നമുക്ക് കണ്ടെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഒന്ന്, എഴുതാൻ പഠിപ്പിച്ചു എന്നുള്ളതാണ്. ആവിഷ്കാരങ്ങൾക്കുള്ള 2 സാധ്യത. ഒന്ന് എഴുത്താണ്, അല്ലമ ബിൽ ഖലം. മറ്റൊന്ന് അല്ലമഹുൽ ബയാനാണ്, സംസാരം. നാവ് കൊണ്ട് ആശയങ്ങൾ കൈമാറാൻ, പേന പിടിച്ചിട്ട് ആശയങ്ങൾ കൈമാറാൻ മനുഷ്യന് സാധിക്കുന്നു. മറ്റൊരു ജീവിക്ക് അതിന് സാധ്യമല്ല. മനുഷ്യനല്ലാത്തൊരു ജീവി സ്വന്തമായി എഴുതിയ ഒരു കവിത ചൊല്ലണത് നമ്മളാരും കേൾക്കൂല. മനുഷ്യനല്ലാത്തൊരു ജീവിക്ക് സാധ്യമാകാത്ത 2 ആവിഷ്കാര വൈഭവങ്ങളെക്കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. നമ്മുടെ തള്ളവിരലില്ലായിരുന്നെങ്കിൽ ലോകത്തൊരു കൺസ്ട്രക്ഷനും നടക്കൂല. മനുഷ്യന്റെ തലച്ചോറിനുള്ളിലുള്ള മോട്ടോർ കോർട്ടെക്സിലാണ് ന്യൂറോണുകളൊക്കെ ഉള്ളത്, അല്ലേ? ഈ ന്യൂറോണുകളിൽ ഏറ്റവും കൂടുതൽ ന്യൂറോണുകൾ മനുഷ്യ ശരീരത്തിൽ 2 അവയവങ്ങളിലേക്കാണ് വരുന്നത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ക്രിയേറ്റീവ് ആകേണ്ടത് 2 അവയവങ്ങളാണ്. ഒന്ന് ചുണ്ടിന്റെ അറ്റങ്ങളാണ്, മറ്റൊന്ന് വിരലിന്റെ അറ്റങ്ങളാണ്. ന്യൂറോണുകളുടെ വിതരണം ആവിഷ്കരിക്കുന്ന ഒരു ഡയഗ്രം വരച്ചു കഴിഞ്ഞാൽ വലിയ ചുണ്ടും വലിയ കൈവിരലുകളുള്ള മനുഷ്യന്മാരായിരിക്കും നമ്മൾ. കാരണം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടേണ്ട ഭാഗങ്ങൾ അത് 2ആണ്. ഇത് ശാസ്ത്രം പറയുന്നതാണ്. ഇനി ആ ആയത്തിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അല്ലമഹുൽ ബയാൻ അല്ലമ ബിൽ ഖലം. ആവിഷ്കാരങ്ങളുടെ സമുദ്രമുണ്ട് ഇതിൻ്റെ അകത്ത് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത്. മനുഷ്യന് പ്രത്യേകതകളുണ്ട്. ഈ പ്രത്യേകതകൾ കൊണ്ട് എന്താണ് സംഭവിക്കേണ്ടത്? അത് പടച്ചോനെ കണ്ടെത്തലാണ്. മറ്റൊരു ജീവിക്കും ആ ഒരു ഉത്തരവാദിത്തം അള്ളാഹു കൊടുത്തില്ല. മറ്റൊരു ജീവിക്കും ഇല്ലാത്ത സാധ്യതകൾ നമുക്കുണ്ട്. പക്ഷേ ആ സാധ്യത കൊണ്ട് സംഭവിക്കേണ്ടത് എന്താണ്? പടച്ചവനെ കണ്ടെത്തണം. ലോകത്ത് മനുഷ്യന്മാർ പലതരത്തിലുള്ള ലഹരി കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിലേക്കൊക്കെ പെട്ടുപോകുന്ന ആൾക്കാരുണ്ടാവും. എന്നാൽ ലോകത്തുള്ള ഏതൊരു ലഹരിയേക്കാളും വലിയ ലഹരിയുണ്ട്, എൻ്റെ പടച്ചവന് എന്ന് ഒരാൾ തിരിച്ചറിയലാണ് ഇതുകൊണ്ട് സംഭവിക്കേണ്ടത്. ആ ലഹരിയെ തിരിച്ചറിയാത്ത ആൾക്കാരാണ് മറ്റു പല ലഹരിയിലേക്കും ചെന്ന് വീഴുന്നത്. ആ ലഹരിയെ എങ്ങാനും മനുഷ്യൻ തിരിച്ചറിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് വിശുദ്ധ ഖുർആന് കൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സമൂഹത്തിന് സംഭവിച്ചത്. ആ ലഹരി തിരിച്ചറിയുമ്പോൾ എന്ത് സംഭവിക്കും? അവർക്ക് സംഭവിച്ചത് സംഭവിക്കും.